എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഈസി ബീൻസ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ. അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊത്തിരി അങ്ങോട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വാടിയാൽ മാത്രം മതി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതെല്ലായിടത്തേക്കും ഒരുമിച്ച് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പിനടുത്ത് തേങ്ങായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിലുള്ള എണ്ണയിൽ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതോടെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീൻസും ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നമുക്ക് ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ.